നമ്മൾ പഠിച്ച കിതാബിൽ കഴിക്കാൻ പാടില്ലെന്ന് ഖുറാനിലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിച്ചാൽ എന്നെ പിടിച്ച് കഴിക്കാതെ എല്ലാ സമയത്തും തിന്നാളാം. ഞാൻ എനിക്ക് പാർട്ടിയിലെ മതമല്ല, ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചു മാത്രമേ. ഒരൊറ്റ കാര്യം പറയുന്നത്, ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാൽ അറിയാം ഉള്ള BJP കാരം. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു, അപ്പോൾ അനുമോളോട് നിൽക്കേണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത് ഈ BJP ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാതെ. ഈ ഒരു ടോക്ക് ഉണ്ടാകാൻ കാരണം ഉള്ള BJP കാരാണ്. ഞങ്ങൾ കൂട്ടാമടയിൽ എൻ്റെ പെരുമാറി എൻ്റെ കൂട്ടാമടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിക്കാറുണ്ടാവും. അത് ഫണ്ണാണ്. പിന്നെ അത് മീഡിയക്കാരെ തരും, എനിക്ക് വിഷയമില്ല. പിന്നെ പന്നിയിറച്ചില്ല വേവിക്കണമായിട്ട് വില വേറെ ഉണ്ടാവും, വേറെ അത് വെന്താ മാത്രമേ വില കൂടും. നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചാൽ അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിൽ കഴിക്കാൻ പാടില്ലെന്ന് ഖുറാനിലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിച്ചാൽ എന്നെ പിടിച്ച് കഴിക്കാതെ എല്ലാ സമയത്തും തിന്നാളാം. പിന്നെ കേസ് കോടതിയിൽ കോഷൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കുഞ്ഞു വിളിച്ചിട്ട് പണിയെടുത്തില്ല കേട്ടോ. പിന്നെ ഇതുള്ള കാലം വരും ഈ കേസ് ഉണ്ടാവും, മനസ്സിലാക്കിയോ? അതെ, ആർക്കും വരും. പെണ്ണുങ്ങൾക്ക് ലോയിൽ മുൻഗണന ഉള്ള കാലം വരും ഈ കേസ് തുടർന്നുകൊണ്ടേയിരിക്കും, ഇത് തുടരും. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, എൻ്റെ നിലപാടിൽ നിന്ന് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം. ഇനി എൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ ജയിലിൽ പോകണം, ജയിലാണെങ്കിൽ ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല, ഒരു രീതിയിൽ മാറ്റില്ല. അത്രേ ഉള്ളൂ. ജയിച്ചിഞ്ചോ വന്നേ മാത്രം. ഞാൻ പ്രൗഡ് ടു സേ ആം ഇന്ത്യൻ. ഇത് എൻ്റെ ഇന്ത്യയാണ്, എൻ്റെ ഇന്ത്യ, അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് ഇനി എന്നെ സുഡാപ്പിയാക്കിയാൽ കുഴപ്പമില്ല, എന്നെ എന്താക്കിയാൽ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. ഹാപ്പി മൂമെന്റ്. ഷീസ് മൈ സിസ്റ്റർ അനുമോൾ. ഞങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല, ഞങ്ങൾ ഒത്തൊരുമയുണ്ട്. ഇവിടെ ഇനി എത്ര വലിയ സംഘപരിവാറൊന്നും മതവിഭജിക്കാൻ നോക്കിയാലും ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കൂല. വിരിയും കേരളത്തിൽ താമര. അതേവിടെ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതേസമയം ഈ പറയുന്ന മാതിരി ഇപ്പോ ഷിയാസ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വീണെടുത്ത് കിടന്ന് മെഴുകുക, നല്ല രീതിയിൽ അങ്ങ് മെഴുകി നാറ്റിക്കുക. ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഷിയാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പാൻ ഇന്ത്യൻ ലെവലിൽ വരെ മലയാളിക്ക് ഊക്കുവാഞ്ചി വരുന്ന തരത്തിലോട്ട് ഇപ്പോൾ ഷിയാസ് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. ജാതി ദുരന്തം, സത്യം പറയാമല്ലോ, അമ്മാതിരി ലെവല് ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ പറയുന്ന രീതിയിൽ ബീഫിന്റെ ആ ഒരു കാര്യത്തിന് ശേഷം ഇപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അത് ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഊക്ക് കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അടുത്തൊരു മെഴുകലുമായി എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ അതിൻ്റെയും മേലെ ഊക്ക് കിട്ടുന്ന രീതിയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരാൾക്ക് കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു ഭക്ഷണത്തെ അതിനെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് തമാശയ്ക്കായാൽ പോലും അത് ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ലടേ. അത് ആദ്യം മനസ്സിലാക്കാനായിട്ടുള്ള ബോധം വേണം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോ ഈ പറയുന്ന ഷിയാസ് ഈ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ്? ഷിയാസ് പോർക്ക് കഴിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? ഷിയാസിന്റെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആ ഒരു രീതിയിൽ പോർക്ക് കഴിക്കാറില്ല എന്ന് ഷിയാസ് പറയുന്നു. ഇതേ ഷിയാസ് തന്നെ മറ്റൊരു വീഡിയോക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതുകൂടെ ഒന്ന് കേട്ടുപോകാം. നമ്മൾ പഠിച്ച കിതാബിൽ കഴിക്കാൻ പാടില്ലെന്ന് ഖുറാനിലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിച്ചാൽ എന്നെ പിടിച്ച് കഴിക്കാതെ എല്ലാ സമയത്തും തിന്നാളാം. ഞാൻ എനിക്ക് പാർട്ടിയിലെ മതമല്ല, ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചു മാത്രമേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് മതമില്ല, പാർട്ടിയില്ല, ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് മതമില്ലാത്ത ഒരു വ്യക്തിക്ക് മതത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്ന് നിർബന്ധമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? അപ്പം മതത്തെ അത്രത്തോളം വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണല്ലോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഷിയാസിന് ഇരട്ടത്താപ്പാണോ ശരിക്കും പറഞ്ഞാൽ? കാരണം ഇപ്പൊ പറയുന്നതല്ലേ പിന്നെ പറയുന്നത്, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. അപ്പൊ തനിക്കൊരു നിയമം, ബാക്കിയുള്ളവർക്ക് മറ്റു പലതരത്തിലുമുള്ള നിയമം എന്നുള്ള തരത്തിലാണോ ഷിയാസ് കരുതിയിരിക്കുന്നതെന്ന് പറയുന്നത്? അതായത് തനിക്കിന്ന കാര്യം മതത്തിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഇതുള്ള ഒരു വ്യക്തി എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കുന്നത്? അതും ആഹാര കാര്യത്തിൽ. അതായത് ബീഫ് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു, അതായത് ഡയറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് ബീഫ് വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് അതെന്താ നീ ബീഫ് കഴിക്കാത്ത, നീ BJP ആണോ എന്ന മട്ടില് ചോദിക്കാനായിട്ട് എന്ത് റൈറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഷിയാസിനുള്ളത്? ഷിയാസ് ഇപ്പൊ പോർക്ക് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരിയെന്ന് പറയും. ഇത് ഞാൻ പോർക്ക് കഴിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് പിന്നെ ബീഫ് കഴിക്കത്തില്ല അല്ലെങ്കിൽ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് ഇമാതിരിയുള്ള ഊളത്തരം ചോദിക്കാനായിട്ട് എന്ത് റൈറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളതെന്ന് പറയുന്നത്? അതിനി തമാശയ്ക്കായാലും ഇനി ഒരു സുഹൃത്തിനോട് ചോദിക്കുന്ന കാര്യമായാലും എന്ത് തന്നെ അല്ലെങ്കിൽ തമാശയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ പേഴ്സണൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പല ഊളത്തരവും പറയും, അതോടൊപ്പം തന്നെ പലതും കാട്ടിക്കൂട്ടും, പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്തുവാകും. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് കുറെ എണ്ണം ക്യാമറയും കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഇതുപോലുള്ള ഊള ഡയലോഗുകളെല്ലാം അടിക്കാവുള്ളതെന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പേഴ്സണലായിട്ട് നിൽക്കുന്ന സമയത്ത് കാണിക്കുന്ന ആ ഒരു മട്ടിലാണോ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ഈ പറയുന്ന രീതിയിൽ പബ്ലിക്കിന്റെ മുന്നിൽ നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ തന്നെ രണ്ടും രണ്ടാണ്. അത് ഷിയാസിന് ഇതുവരായിട്ട് മനസ്സിലായില്ലേ ശരിക്കും പറഞ്ഞാൽ? അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇത് ഷിയാസിന് അറിയാവുന്ന ഒരു കാര്യമല്ലോ, അറിയാത്തൊരു കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിൽ ഇതുപോലുള്ള ഒരു ഊള ഡയലോഗ് അടിക്കാനായിട്ട് ഷിയാസിൻ എന്തുകൊണ്ട് തുനിഞ്ഞു എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. അത് തമാശയ്ക്കായാലും അല്ലെങ്കിലും, അതായത് ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന രീതിയിൽ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. അതായത് ഈ പറയുന്ന രീതിയിൽ പോർക്ക് ഞാൻ കഴിക്കത്തില്ല, അതെന്തുകൊണ്ടാണെന്നും ഷിയാസ് വ്യക്തമാക്കി കഴിഞ്ഞു. ഓക്കെ, അതിനാരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിന് മറ്റൊരാളുടെ ചോയ്സിനെ ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്
അവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെയാണ് ഷിയാസിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അപ്പോ തനിക്ക് ഇന്നതായിക്കൂടാ, എന്നാൽ ബാക്കിയുള്ളവർ അത് ചെയ്യണം എന്നുള്ള മട്ടാണോ ഷിയാസിന്? അത് എവിടത്തെ ന്യായമാണ് ഷിയാസെ? അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിൽ എന്ത് ലോജിക്കാണുള്ളത് ശരിക്കും പറഞ്ഞാൽ? അതായത് 8ന്റെ പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോഴത്തേക്കും വീണ്ടും മെഴുകി അതിനെ എന്താ പറയാ ഒരു മാതിരി കുളമാക്കി ചളമാക്കിയ അവസ്ഥയാണല്ലോ ഷിയാസെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഏറിൽ നിൽക്കുവാണല്ലോ ഷിയാസ്. എന്തോ വലിയ ആന സംഭവമാക്കി മാസാവാൻ നോക്കിയിട്ട് ഇപ്പൊ മാസുമല്ല ചക്കയുമല്ല തേങ്ങയുമല്ല ആകപ്പാട ശശിയായ ഒരു അവസ്ഥയാണല്ലോ ഷിയാസ്. എന്ത് തരത്തിലുള്ള ഒരു അവസ്ഥയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതായത് തനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, താൻ ഒരു ആഹാരം കഴിക്കത്തില്ല, എന്നാൽ ബാക്കിയുള്ളവരുടെ ആഹാരം കഴിക്കുന്നതിൽ അതിനെ ചോദ്യം ചെയ്യാനും അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാളെ സംഖ്യയാക്കാനും അല്ലെങ്കിൽ അയാളെ BJP ആക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ഒരുതരം ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് മാത്രമേ പറയാവൂ. ഇനി ഇതൊക്കെ പോട്ടെ, ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷിയാസ് ആ ഒരു വീഡിയോത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന താമരകൾ വിരിയുന്നത് എന്തോ ഒരു ഇത് കാണിച്ചിട്ട് അത് കുളമാണെന്നാ തോന്നുന്നത്, അവർ കാണിച്ചിട്ട് അവിടെ ആയിരിക്കും എന്നുള്ള തരത്തിൽ. ഈ ഷിയാസ് ശരിക്കും പറഞ്ഞാൽ പൊട്ടനാണോ അതോ പൊട്ടനെ കണക്ക് അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് പറയുന്നത് പറയണ എല്ലാം പൊട്ടത്തരമായി മാറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ പറയുന്ന BJP ശരിക്കും പറഞ്ഞാൽ ഈ സംഘിക്കൂട്ടങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അവർക്കൊരു MP ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തലസ്ഥാനം അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ താമര വിരിയിച്ചിട്ടല്ലേ, അത് വേറെ വല്ലതും വിരിയിച്ചിട്ടാണോ ശരിക്കും പറഞ്ഞാൽ? അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ഷിയാസ് ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്? അറിയാമെന്നിട്ട് ചോദിക്കുകയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ സംഘികൾക്ക് ഇതുപോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടത്തരം പറയുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രചോദനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവർക്ക് വോട്ട് കൂട്ടിക്കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇതുപോലുള്ള ഊളത്തരങ്ങൾ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. കാരണം സംഘികൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വളരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന രീതിയിൽ വോട്ട് കിട്ടുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാക്കിയിട്ട് വേണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വിലയിരുത്താം. കാരണം അതുപോലുള്ള പൊട്ടത്തരങ്ങളാണല്ലോ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഇവിടെ ഒരുമാതിരി നാറ്റക്കേസാക്കി ഉണ്ടാക്കി വെക്കാനായിട്ട് ഓരോരുത്തർ നോക്കുന്നത്. കഷ്ടം.